ഹലോ ഗായ്സ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ദിവസം ഓരോ ക്ലാസ്സസ് അല്ല ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എത്രയും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ PSCയുടെ ട്രെൻഡായിട്ട് മാറിയ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാക്കാം. പല ട്രിക്കിലൂടെയാണ് ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്ത് വരുന്നത്. നമ്മൾ 6 ദിവസത്തെ ടൈം ടേബിളാണിത്. നമ്മൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നാളെ ഞാൻ പറഞ്ഞു സോണറ്റ് 121, അതുപോലെ തന്നെ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്, ബ്ലൂവസ്റ്റ് ഐയും, അതുപോലെ തന്നെ കറണ്ട് അഫെയർസ് 2024 ജനുവരി 1 മുതൽ 10 വരെയുള്ള ദിവസത്തെയുള്ള കറണ്ട് അഫെയർസും കൂടിയായിരിക്കും നാളെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എന്ത് ചെയ്താലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്ത് ചെയ്താലും നമുക്ക് ഇത് ഈ രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു 30 to 35 ഡേയ്സ് ആകുമ്പോഴേക്കും നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ഫേസസിലുള്ള റിവിഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കറണ്ട് അഫെയർസ് ആയിക്കഴിഞ്ഞാലും പോംസ്, ഡ്രാമാസ് എല്ലാം ടോപ്പിക്ക് കംപ്ലീറ്റ് തീർത്ത് തരുന്നതായിരിക്കും. ജസ്റ്റ് ഈ Q&A മെത്തേഡിലല്ല, നിങ്ങൾക്ക് ഒരുപാട് മെമ്മറി ട്രിക്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്താലും ഗെറ്റ് റെഡി ടു ബിക്കം ആൻ HSA ടീച്ചർ, അല്ല ഇംഗ്ലീഷ് ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ റെഡിയായി നിന്നോളൂ. കാരണം സിമ്പിളായിട്ടുള്ള ടെക്നിക്സും അതുപോലെ തന്നെ മെമ്മറി ട്രിക്സും കാര്യങ്ങളൊക്കെ ഓരോ കാര്യം വരുമ്പോഴും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഈ പാറ്റേണിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 35 ഡേയ്സിൻ്റെ ഈ ഒരു ചാലഞ്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഷുവറാണ് നിങ്ങൾക്ക് എന്ത് ചെയ്താലും HSA ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോഴും മനസ്സിൽ കരുതി വെക്കുക, എനിക്ക് ചെയ്യാൻ പറ്റും, ഇത് ഞാൻ ഫോളോ ചെയ്യുന്നുള്ള കാര്യം ഇപ്പോഴേ മനസ്സിലങ്ങ് ഉറപ്പിച്ച് വെച്ചേക്കുക. ഈ ടെക്നീക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് HSA ഇംഗ്ലീഷ് കിട്ടും. ഏത് ജില്ലയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തോട്ടെ കുഴപ്പമില്ല. ആ ജില്ലയിൽ ആദ്യ 10 റാങ്കുകളിൽ ഉള്ളിൽ വരാൻ നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോസൊക്കെ നിങ്ങളെ സഹായിക്കും, ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളെ സഹായിക്കും. ഈ മെമ്മറി ട്രിക്സ് നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകും പക്ഷേ എങ്കിൽ ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്കാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. പിന്നെ എന്ത് വേണം, നമ്മൾ ദിവസവും പ്രാക്ടീസ് ചെയ്യുക, തറോ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ മെമ്മറി ട്രിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷുവറാണ് നിങ്ങൾ ക്രാക്ക് ചെയ്തിരിക്കും, HSA ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്തിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഗൈസ്, റെഡി അല്ലേ HSA ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.